ഹായ് എവ്രി വൺ. ഇൻട്രോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇന്ന് ഒരു മുടിവെട്ടൽ അപാരതയാണ്. എന്താ പറയുക, ലോകത്തിലെ ഏറ്റവും വേസ്റ്റ് കസ്റ്റമർ ആയിരിക്കും നമ്മുടെ സിസ്റ്റേഴ്സ് ബ്രദേഴ്സൊക്കെ വരുന്നത്. പൊതുവെ എന്ത് ചെയ്തു കൊടുത്താലും അതിനൊരു കുറ്റം കണ്ടുപിടിക്കുക എന്നുള്ളത് ഇവരുടെ ജന്മസിദ്ധമായിട്ടുള്ളൊരു കഴിവാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവതാരമാണ് ഇന്ന് എൻ്റെ മുന്നിലുള്ളത്. മുടി എപ്പോൾ വന്നാലും ഞാൻ മുടി വെട്ടിക്കൊടുക്കണം, താനും കുറ്റം കഴിഞ്ഞിട്ട് നേരം ഉണ്ടാവില്ല. അപ്പോൾ ഇന്നും അതിനു വേണ്ടി തന്നെയാണ് ഇരിക്കണത്. വന്നത് മുതൽ പറയുന്നുണ്ട് മുടി വെട്ടണം, മുടി വെട്ടാനായിട്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ആയിട്ട്. അപ്പം കുറച്ച് വെട്ടുന്നേ ഉള്ളൂ. പിന്നെ ഓൾറെഡി കളറൊക്കെ ചെയ്ത് ഭയങ്കര സംഭവമാക്കി വെച്ചതുകൊണ്ട് താഴെയൊക്കെ തുരുമ്പ് പിടിച്ച പോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഭാഗങ്ങളാണ് കട്ട് ചെയ്യണത്. കറക്റ്റ് അല്ലേ? ഒക്കെ കറക്റ്റ് ആണല്ലോ അല്ലെ? നാസാനം വെട്ടി കഴിഞ്ഞ് ചമാ ഞമാന്ന് അറിയത് ഇത്ര അങ്ങോട്ട് വെട്ടുന്നുണ്ട്. ഇനി ഇവിടെ കിടന്ന് ചൊറ കസ്റ്റമർ എന്ന് അറിയില്ല, നമ്മള് ചൊറ അങ്ങനത്തെ ഒരു ചൊറയാണ് കേട്ടോ അത്. ഞാനായിട്ട് എന്റെ ഒഴി തോണ്ടാന്നറിയും. ഇത്ര പോവേ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. പിന്നെ അവസാനം ചേച്ചി വെട്ടി നീളം കുറഞ്ഞ് നടുക്ക് എല്ലാം കൂടെ അങ്ങനെ കേറിയിട്ടാ വേഗത്തില് വെട്ടിട്ടാഞ്ഞ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം വെട്ടിയിട്ടുള്ളത്. മുന്നിൽ ഇനി എന്താ കഥ ഉദ്ദേശിക്കുന്നത്? ഫ്രണ്ട് മൊത്തം ലെയറാ ഉദ്ദേശിക്കുന്നത്. ഈ ഫ്രണ്ട് ഇത്ര പോരാ, ഇത് മാത്രം പോരെ? ഇത്ര പോരെ? പോരെ? ഇതിങ്ങനെ ഇങ്ങനെ വെട്ടിയാ പോരെ? അത്ര മതി. ഇനി അവസാനമുള്ള മുഴുവൻ നമുക്ക് പണ്ട് ഞാൻ വെട്ടിയിട്ട് നമുക്ക് ഓർമ്മയില്ല. അച്ഛനെ ചീത്ത അച്ഛ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ നിർബന്ധ പ്രകാരമാണ് ഞാൻ ചെയ്യുന്നത്. അല്ലാതെ എന്റെ ഒരു ഇഷ്ടം ഇതിനകത്തില്ല. പ്ലീസ് എന്നെ വെറുതെ വിട്ടേക്കുക. അത്ര വേണ്ട, ഒരു 2 എണ്ണം മതി. ഇതുപോലെ ഇത് ഇങ്ങനെ 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 കിടക്കാം. വെട്ടിക്കഴിഞ്ഞാൽ നോക്കാം നമുക്ക്. എന്റെ പരീക്ഷണം നമ്മളൊന്നും പോയിട്ടില്ല. കത്രിക എടുത്താ ബാങ്ക്സ് വേണം. ഇവിടെ നിന്നാണേ തുടങ്ങണത്. ഞാൻ ശീക്കുന്നാ തുടങ്ങണത്. ഞാൻ സൈഡ് ആക്ച്വലി വലിയ കട്ടിയിലെടുത്തിട്ടില്ല കേട്ടോ. കാരണം ഇവക്ക് മുടി വാരി കിട്ടുകയാണ് ചെയ്യേണ്ടത് വർക്കിന്. അപ്പോൾ അധികം കട്ടിയിലെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പം ബുദ്ധിമുട്ടായാലെന്ന് വെച്ച് ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല. ഇവിടെയൊക്കെ വേണം അത് പോയാ അവിടുന്ന്. ഞാൻ ബാങ്ക്സ് ഇടട്ടെ ഞാൻ. ബോങ്സിന്റെ ഒരു കുറവ്. അങ്ങനത്തെ ബാങ്ക്സ് അല്ല, ഈ കൊറിയൻ ബാങ്ക്സ് ഇല്ലേ ഇവിടെ. തൽക്കാലം എന്റെ ഒരാഴ്ച ഒരു ചേഞ്ച് ചെയ്യാൻ എപ്പോഴും ഒരേപോലെ അല്ല മുടി വെട്ടല്. ഒരു ചേഞ്ച് തൽക്കാലം ഇതാ ചേച്ചി കൊറിയൻ ബാങ്ക്സ്. ഇത് കറക്റ്റ് ഇങ്ങനെ ആ ഒരു ഇതിട്ടുമ്പോ കറക്റ്റ് ഇവിടെ ഇതാക്കി ഒന്ന് കളർ വെച്ചൊന്ന് കളർ ചെയ്ത് വിട്ടാല് കറക്റ്റ് ആവും. വീഡിയോ ഉള്ളതുകൊണ്ട് തെളിവ് സൈതുള്ളതുകൊണ്ട് നോ പ്രോബ്ലം. മറ്റേ കിട്ടിയിട്ട് അവിടെ തന്നെ ഇതും വരണ്ടേ പഠിച്ചോട്ടെ. ഇവിടെ രസം കഴിച്ച ഫ്രണ്ടിലൊരു തുള്ളി ഇടുന്നുള്ളൂ കേട്ടോ ഞാൻ.
ഇതൊക്കെ കണക്ക് അല്ലോടാണോ? അല്ലോടാണ്. ഇനി കേട്ടണം നോക്കട്ടെ, വെയിറ്റ് ആക്ക്. കറക്റ്റ്. ഞാൻ കൂടി അയച്ചത് അതിന്റെ കൂടെ. ചേച്ചി ബാങ്ക്സ് കുറച്ചും കൂടെ തെറ്റിക്കും, ഒരുപാട് ബാങ്ക്സ് വെട്ടി മുടി. ആക്ച്വലി ഈ നമ്മൾ ബാങ്ക്സ് കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഹെയർ എടുക്കേണ്ടത്. കണ്ടോ, ചെറിയൊരു പോർഷൻ മാത്രം എടുത്താൽ മതി. നമുക്ക് ചേരുവോ എന്താ ഇത് കണ്ടില്ലേ, ആ മുടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഇങ്ങനെ കിടന്നോളും. ആ നമ്മുടെ റീനു സ്റ്റൈൽ ഓഫ് ബാങ്ക്സ് അങ്ങനെ ആ ഒരുപാടില്ലാതെ കുറച്ചായിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. പക്ഷെ ഇതിൽ വന്നിട്ട് തന്നെ നമ്മള് ബാങ്ക്സ് ചിലപ്പോൾ എന്റെ മുടിയൊക്കെ അങ്ങനെ ഇട്ടുണ്ടെങ്കിൽ അവിടെ കിടക്കൂല, അത് അതിന്റെ വഴിക്ക് പോകും, ഇങ്ങനെ ചുരുണ്ട് വരും ചിലപ്പോൾ. അത് ഓരോരുത്തരുടെ ഹെയർ സ്റ്റൈലാണ്. ഇങ്ങനെ കോല് മുടിയുള്ള ആളുകളാണ് സ്ട്രെയിറ്റ് ചെയ്ത് നിങ്ങൾക്ക് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇടാം. അതുപോലെ തന്നെ നിങ്ങൾ മുടി ഇങ്ങനെ ഇടുന്ന സമയത്ത് കുറച്ച് നെറ്റിന്ന് വിട്ട് നിൽക്കുന്നുണ്ട്, ഒന്ന് നോക്കിയിട്ട് വെട്ടിയാൽ മതി. അല്ലാതെ നമ്മൾ ആ ഒരു ചാടി കയറി വെട്ടിയാൽ നമ്മൾ കണ്ടില്ലേ കുറെ ഫ്ലോപ്പ് ആയിട്ടുള്ള വീഡിയോസ് കാണാറില്ലേ, അതുപോലെ ആയിപ്പോവും. അപ്പൊ അതാ ഇങ്ങനെ എടുക്കുക. ജസ്റ്റ് ആദ്യം ഒന്ന് നിങ്ങൾ എപ്പോഴും നോസിന്റെ താഴെ വെച്ചിട്ട് കട്ട് ചെയ്യാം, ഈ ലെവലിൽ വെച്ചിട്ട് കട്ട് ചെയ്യാം. എന്നിട്ട് നോക്കുക എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പൊ ഈ ഒരു ലെങ്ത് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കാം അവിടെ, വൃത്തിയേടാണെങ്കിലും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് മാത്രം നമ്മൾ ആ ഒരു നോസ് ലെവൽ ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. ശരിക്കും ബാങ്ക്സ് ചെയ്യാം നോസ് ലെവൽ. ഞാനിപ്പോ ഇവക്ക് നന്നില്ലെങ്കിൽ പിന്നെ വെറുതെ ഇവക്ക് ഓൾറെഡി ശരിയാവും, കാരണം ഇവളെ ഹെയർ അങ്ങനെ വെട്ടിയിടുന്നത് കൊണ്ട് അറിയാം എനിക്ക്. അപ്പം ഇനി വന്നിട്ട് ഞാനൊരു നോസ് ലെവലിന് താഴേക്ക് കട്ട് ചെയ്ത് കൊടുക്കുകയാണേ. ഞാൻ എപ്പോഴും മുടി കട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് വേണ്ട ലെങ്ത് ഞാൻ കുറച്ച് നീളം കൂടുതൽ ഇട്ടിട്ടാണ് കട്ട് ചെയ്യാറ്. ജസ്റ്റ് തുമ്പൊന്ന് ഇങ്ങനെ സിഗ്സാഗ് നമ്മൾ കട്ട് ചെയ്തിട്ട പോലെ അവിടെ കിടക്കരുത്. എന്തോ ആനക്കുട്ടി അതുപോലെ തോന്നുന്നുണ്ട്. ഈ സൈഡിലേക്ക് ലെങ്ത് കുറഞ്ഞോയോ കൂടിപ്പോയോ? ഇല്ല, രണ്ട് സൈഡ് ഒരേ ലെങ്ത് അല്ലേ വരുള്ളൂ. ഇങ്ങനെ മൂക്കിൽ ചുട്ടിയതല്ലേ, അങ്ങനെ തന്നെയുള്ളത്, അങ്ങനെ തന്നെയുള്ളത്. കറക്റ്റ് ആണ് കുട്ടീന്റെ കാര്യമുള്ളത്. ഇനി അത് നീളം കുറച്ച് അങ്ങനെ നീളം കുറച്ച് പോയിട്ട് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അവസാനം എല്ലാം കൂടെ നല്ല കോല ഉണ്ടാവും. ഇതിപ്പോ എന്താ വെച്ചാൽ ഒന്ന് സൈഡിലേക്കെങ്കിലും നിനക്ക് ആക്കി വെക്കാം. ഉത്തരവാദി ഞാനാണ്. നിന്നോട്ടെ നീ, കാരണം ഇത് കണ്ണിലേക്ക് ആവുന്നു. ഇത് വെച്ചിട്ട് കളർ വെച്ച് ഞാനൊന്ന് സൈഡിലാക്കി തരാം. ഇതൊന്നും കൂടെ കേട്ടണോ? രസല്ലേ ഇട്ടിട്ട്? അത് പക്ഷെ വിചാരിക്കും പോലെ അവിടെ കിടക്കണം എന്നില്ലല്ലോ നമ്മള്. കണ്ടില്ലേ, ഇതാ ഞാൻ പറഞ്ഞേ. ഇതായിരുന്നു ഞാൻ വിചാരിച്ചത്. കണ്ടോ കണ്ടോ? സൈഡത്തൊക്കെ എടുത്ത് സ്ട്രേറ്റ് ചെയ്ത് തരാം. ഒരു മിനിറ്റ് ഗൈസ്, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ വെറുതെ കൈ കൊണ്ട് ഇങ്ങനെ ഏകദേശം വിചാരിച്ച പോലെയൊക്കെ സംഭവം കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് പട്ടിഷോ ആവാം അല്ലെ, സൈഡ് ലെയർ പോലെ അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ ഈ രീതിയിലാണ് ചെയ്യേണ്ടത്.
ഓക്കെ. അപ്പൊ അല്ലാത്തവരെന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് മുന്നോട്ട് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ചെയ്യില്ല, അങ്ങനെ സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ നടക്കും. പക്ഷെ ഡെയിലി സ്ട്രെയിറ്റ് ഒന്നും ചെയ്യാത്ത ആളുകൾ അല്ലെങ്കിൽ സ്ട്രെയിറ്റും ചെയ്ത മുടിയല്ല അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ടെക്സ്ചറുള്ള മുടിയില്ലേ, നമ്മൾ എങ്ങനെ എപ്പോൾ കിടന്നാലും ഒരു സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്ന മുടിയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഗുഡ്. അതുപോലെ പിൻ സ്ട്രെയിറ്റ് ആണെങ്കിലും അത്ര അധികം ഇവിടെ ഭാഗം പൊങ്ങി കിടക്കൂല, ഇവിടെ അങ്ങനെ ചമ്മന്തി പോലെ കിടക്കും. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നതാണെങ്കിൽ മാത്രം ചെയ്തെടുക്കുക. ഇതിപ്പോ ഇവളെ മുടി ഇങ്ങനെയാ, പണ്ട് മുതലേ ഞാൻ ഇതൊക്കെ പരീക്ഷിക്കുന്നതായതുകൊണ്ട് എനിക്കറിയാം വർക്ക് ആവുന്നുള്ളത്. അതുകൊണ്ടാണ് ഇത്ര കോൺഫിഡൻസിൽ ഞാൻ വെട്ടിക്കൊടുത്തത്. കാരണം ഇത് വർക്ക് ആവുന്നില്ല എനിക്കറിയാം. ഈ ഹെയറിൽ ഞാൻ ഒരുപാട് താജ്മഹൽ പണിതിട്ടുള്ളതാണ്. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയില്. അപ്പൊ ഒരു ബാങ്ക്സ് അല്ലെങ്കിൽ ഫ്രണ്ട് ലെയർ ഒക്കെ ഇടുന്ന ഒരു ചെറിയ ഒരു വീഡിയോ ആണ് കേട്ടോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കണ്ട കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.